നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കം. ഡിജിറ്റൽ റീസർവേ 4.2 ലക്ഷം ഹെക്ടർ പൂർത്തിയായി. കാലവർഷം ശക്തമാകുന്നു. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. റവന്യൂ വരുമാന വർധനവിനായുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിശോധിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായി. ഒക്ടോബർ 22 വരെ സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഈ 100 ദിന കർമ്മ പരിപാടിയിൽ 47 വകുപ്പുകളിലായി 13,013.4 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 30,000 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യും. 37 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണവും 29 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ ഘട്ടത്തിൽ നടക്കും. ഒക്ടോബർ 22 വരെ സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഈ 100 ദിന കർമ്മ പരിപാടിയിൽ 100 ദിവസം കൊണ്ട് 47 വകുപ്പുകളിൽ 13,013.4 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ആകെ 1,070 പദ്ധതികൾ 100 ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13,013.4 കോടി രൂപ അടങ്കലും 2,59,384 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഈ 100 ദിന പരിപാടിയിൽ ലക്ഷ്യമിടുന്നു. 706 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാനും 364 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും പ്രഖ്യാപനവും 100 ദിന കാലയളവിൽ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉപജീവനത്തിനായുള്ള പദ്ധതികളും പശ്ചാത്തല വികസന പദ്ധതികളും 100 ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ 202 വില്ലേജുകളിൽ പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ച 200 വില്ലേജുകളിൽ 185 വില്ലേജുകളിലെയും 2ാം ഘട്ടത്തിലെ 231 വില്ലേജുകളിൽ, ഫീൽഡ് സർവേ ആരംഭിച്ച 110 വില്ലേജുകളിൽ 17 വില്ലേജുകളിലും മുഴുവൻ സർവേ നടപടികളും പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമത്തിലെ സെക്ഷൻ 92 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ച 200 വില്ലേജുകളുടെ ആകെ വിസ്തീർണമായ 3.89 ലക്ഷം ഹെക്ടറിൽ 3,55,731.7 ഹെക്ടറും 2ാം ഘട്ടത്തിലെ ആകെ വിസ്തീർണമായ 5.8 ലക്ഷം ഹെക്ടറിൽ 64,443.4 ഹെക്ടറും ഉൾപ്പെടെ 4,20,175.1 ഹെക്ടർ ഭൂമിയുടെ സർവേയാണ് പൂർത്തിയായത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ആദ്യഘട്ടത്തിലെ മുഴുവൻ വില്ലേജുകളിലും സർവേ പൂർത്തിയായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കാലവർഷക്കെടുതി നേരിടുന്നതിനാവശ്യമായ മുൻകരുതലുകൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളും തുറന്നു. അടിയന്തര ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തു. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും യഥാസമയം ചേർന്നു വരികയാണ്. താലൂക്ക് തലത്തിൽ മഴക്കാല പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്രമീകരിക്കേണ്ടി വന്നാൽ ആവശ്യമായ ഒരുക്കങ്ങൾ സജ്ജീകരിക്കുന്നതിനും തഹസീൽദാർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ യഥാസമയം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളിലൂടെ അറിയിപ്പുകൾ തത്സമയം പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ലഭ്യമാകും. വരുമാന വർധനവിനുള്ള ഫീസുകളുടെ പരിഷ്കരണത്തിനും നോൺ ടാക്സ് റവന്യൂ വർധനവിനുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിശോധിക്കും. ഇതിനുള്ള ശുപാർശകൾ ഓരോ വകുപ്പ് സെക്രട്ടറിമാരും തയ്യാറാക്കി ജൂലൈ 26 മുൻപ് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചു. ഇക്കാര്യത്തിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥതല സമിതി രൂപീകരിക്കും. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന് നിരക്ക് വർധനവ് വരുത്തില്ല. വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് നിരക്ക് വർധന ബാധകമാകില്ല.
വിവിധ താൽക്കാലിക തസ്തികകൾക്ക് മന്ത്രിസഭ തുടർച്ചാനുമതി നൽകി. ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി, കട്ടപ്പന, രാജകുമാരി എന്നിവിടങ്ങളിലെ ഭൂമി പതിവ് ഓഫീസുകളുടെ പ്രവർത്തനത്തിന് വിവിധ താൽക്കാലിക തസ്തികകൾക്ക് മന്ത്രിസഭ തുടർച്ചാനുമതി നൽകി. ഇടുക്കി, രാജകുമാരി, മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം, കരിമണ്ണൂർ, കട്ടപ്പന എന്നീ 6 പ്രത്യേക ഭൂമി പതിവ് ഓഫീസുകളിലെയും തൃശൂർ ജില്ലയിലെ തൃശൂർ യൂണിറ്റ് നമ്പർ 1 സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസിലെയും 203 താൽക്കാലിക തസ്തികകൾക്കാണ് വ്യവസ്ഥയ്ക്ക് വിധേയമായി 2025 മാർച്ച് 31 വരെ തുടർച്ചാനുമതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് സർക്കാർ ജീവനക്കാർക്കായി ജില്ലാതല വായനാ ക്യൂസ് സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി വായനാ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. സാഹിത്യരചനകൾ, പൊതുവിജ്ഞാനം, സമകാലിക സംഭവങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ക്യൂസ് മത്സരം നടന്നത്. ഒരു ഓഫീസിൽ നിന്ന് 2 പേരടങ്ങുന്ന ടീമിനാണ് പങ്കെടുക്കാൻ അവസരം നൽകിയത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാർ പങ്കെടുത്തു. പദ്ധതി വിഹിതം ക്രമീകരിക്കും. കേന്ദ്ര നടപടികൾ കാരണം ഉണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമീകരണം വരുത്തും. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ആവശ്യമായ ക്രമീകരണം വരുത്താൻ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചു. ധനകാര്യം, റവന്യൂ, വ്യവസായം, നിയമം, ജലവിഭവം, ഊർജം, വനം, തദ്ദേശ സ്വയംഭരണം, എക്സൈസ് വകുപ്പ് മന്ത്രിമാരാണ് അംഗങ്ങൾ. തുടർന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വർക്കിംഗ് ഗ്രൂപ്പ് അനുമതി നൽകുന്നതിന് മുൻപ് പ്രോജക്ടിന്റെ അനിവാര്യത പരിശോധിക്കും. ഇങ്ങനെ പരിശോധിച്ച് ശുപാർശ നൽകാൻ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി, ആസൂത്രണ വകുപ്പ് സെക്രട്ടറി, ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി എന്നിവരുടെ കമ്മിറ്റി രൂപീകരിക്കും. വകുപ്പുകളുടെ ഏകോപനത്തിന് നടപടി. സംസ്ഥാനത്തിന്റെ പൊതുവികസന താൽപര്യം മുൻനിർത്തി 1-ൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ശരിയായ ഏകോപനം ഉണ്ടാക്കാൻ നടപടിയെടുക്കും. വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനും സമയബന്ധിതമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏകോപനങ്ങൾക്കുമായി ധനകാര്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി എന്നിവരുൾപ്പെടുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും. ഏതു വകുപ്പിന്റെ വിഷയമാണോ പരിഗണനയ്ക്ക് എടുക്കുന്നത് ആ വകുപ്പ് മന്ത്രിയെ യോഗത്തിലേക്ക് പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തും. ചീഫ് സെക്രട്ടറി ആയിരിക്കും കമ്മിറ്റി സെക്രട്ടറി. കമ്മിറ്റി യോഗം ചേർന്ന് ശുപാർശകൾ നൽകും. ഉപസമിതി ശുപാർശകൾ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് നടപ്പാക്കുക. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പന ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. റമദ ഹോട്ടൽ ജനറൽ മാനേജർ അജയ് രാമൻ ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങി. ജില്ലയിലെ എല്ലാ താലൂക്ക് ഓഫീസുകളിലും, തിരുവല്ല താലൂക്ക് ഓഫീസിലും, ആലപ്പുഴ, കോട്ടയം DTPC ഓഫീസുകളിലും, സപ്ലൈ ഓഫീസുകളിലും, RDO, ജോയിന്റ് RDO, സെയിൽസ് ടാക്സ് തുടങ്ങിയ സർക്കാർ ഓഫീസുകളിലും ടിക്കറ്റ് ലഭിക്കും. 3000 രൂപയുടെ ഗോൾഡ്, 2500 രൂപയുടെ സിൽവർ, 1500 രൂപയുടെ റോസ്, 500, 400, 200, 100 രൂപയുടെ ടിക്കറ്റുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 10-നാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ നവീകരിച്ച ഓഫീസ് തുറന്നു. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ നവീകരിച്ച ഓഫീസ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജ, ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.